Hi, welcome to all. Second chapter decimal forms in page number 26 ൽ വരുന്ന exercise questions ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Then question number 3. A two-digit number divided by another two-digit number gives 5.875. What are the numbers? ഒരു two-digit നമ്പറിനെ വേറൊരു two-digit നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 5.875 ആൻസർ ആയിട്ട് വരുമെന്നും അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സ് എന്താണ് എന്നുമാണ് നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. two-digit numbers ഏതൊക്കെയാണെന്ന് നമുക്കിവിടെ അറിയില്ല. സോ ലെറ്റ് two-digit numbers ആസ് എ ആൻഡ് ബി. ഓക്കെ, ദെൻ എയും ബിയും two-digit numbers ആയിട്ട് എടുക്കുമ്പോൾ given a by b is equal to 5.875. രണ്ടിനെയും കൂടിയുള്ള ഡിവിഷൻ എന്ന് പറയുന്നത് 5.875 എന്ന് തന്നതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം a by b is equal to 5.875. ഓക്കെ, 5.875 എന്ന് പറയുന്ന ഡെസിമലിനെ ഫ്രാക്ഷനിലേക്ക് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 5875 ഡിവൈഡ് ബൈ 1000 എന്ന് എഴുതാം. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് a ബൈ ബി ആണ്. ദെൻ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്റർ ആയിട്ടുള്ള എയും ഡിനോമിനേറ്റർ ആയിട്ടുള്ള 1000 കൂടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ ഡിനോമിനേറ്റർ ആയിട്ടുള്ള ബിയും ന്യൂമറേറ്റർ ആയിട്ടുള്ള 5875 കൂടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി ഗെറ്റ് a into 1000 b into 5875. ഓക്കെ, ദെൻ 1000 എന്ന് പറയുന്ന നമ്പറിനെയും 5875 എന്ന് പറയുന്ന നമ്പറിനെയും ഫാക്ടറൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. 1000നെയും 5875നെയും ഈസി ആയിട്ട് ഫാക്ടറൈസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ദാറ്റ് മീൻസ് 5th സ്റ്റാൻഡേർഡ് മുതൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഫാക്ടറൈസ് ചെയ്യുക എന്നുള്ളത്. സോ 1000നെ നമുക്ക് എഴുതാം a into 2 cube into 5 cube. Okay, a into 2 cube into 5 cube എന്ന് പറഞ്ഞ ലെഫ്റ്റ് സൈഡ് ആയി. ദെൻ റൈറ്റ് സൈഡ് ദാറ്റ് ഈസ് 5875 എന്ന് പറയുന്ന നമ്പറിനെ എഴുതാം 5 cube into 47 into b. ദാറ്റ് ഈസ് 5875 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5 cube into 47 ആണ്. ഇൻറ്റു ബി എന്ന് എഴുതിക്കൊണ്ട് നമുക്ക് റൈറ്റ് സൈഡ് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ നോക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സിനെ ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 5 ക്യൂബും ആണ് കോമൺ ആയിട്ട് വരുന്നത്, നമുക്ക് ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയത് a into 2 cube എന്നും 47 into b എന്നുമാണെന്ന് അല്ലേ. ഇനി 2 ക്യൂബ് എന്ന് പറയുന്ന നമ്പർ 2 into 2 into 2 ദാറ്റ് മീൻസ് 2 എന്ന് പറയുന്നത് 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ആണ്. 8 into a ആണ് ലെഫ്റ്റ് സൈഡ്, ശരിയല്ലേ. ദെൻ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് 47b ആണ്, അത് കൊടുക്കും. ഇനി ഏതൊക്കെയാണ് 2-digit നമ്പേഴ്സ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ഈ 8ഉം 47ഉം ആണ് നമുക്ക് നമ്പേഴ്സ് ആയിട്ട് കിട്ടുന്നത്. പക്ഷെ നമുക്കറിയാം 8 എന്ന് പറയുന്നത് ഒരു 2-digit നമ്പർ അല്ല, ഇറ്റ്സ് 1-digit നമ്പർ അല്ലേ. അപ്പോൾ 8 1-digit നമ്പറും 47 2-digit നമ്പറും ആയിട്ട് കിടക്കണം. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 2-digit നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ 8നെ 2-digit നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 8നെ മാത്രമായി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൻ്റെ ഇക്വാലിറ്റിയിൽ ചേഞ്ചസ് വരും എന്നുള്ളത് കൊണ്ട് ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 2 into 8a ദാറ്റ് ഈസ് 16a. 47 into 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 94b എന്നുള്ളത് അല്ലേ. 8a 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 16a ആണെന്നും 47 into b into 2 ദാറ്റ് ഈസ് ഈക്വൽ 47b into 2 എന്ന് പറയുന്നത് 94b ആണെന്ന് കിട്ടി. ഈ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. a എന്ന് പറയുന്നത് 94 ആണെന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് a എന്ന് പറയുന്നത് 94നോട് ഈക്വൽ ആണ്. അതേപോലെ തന്നെ b എന്ന് പറയുന്നത് 16നോട് ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു a is equal to 94 and b is equal to 16. നമുക്ക് രണ്ട് നമ്പേഴ്സ് കിട്ടി. 16a is equal to 94b എന്ന് പറയുന്നതിൽ a എന്ന് പറയുന്നത് 94നോട് ഈക്വൽ ആണ് എന്നും b എന്ന് പറയുന്നത് 16നോട് ഈക്വൽ ആണ് എന്നുള്ളത് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ 2-digit നമ്പേഴ്സ് 94ഉം 16ഉം ആണ്. ദെൻ 94 by 16 ദാറ്റ് ഈസ് a by b is equal to 94 by 16 that is equal to 5.875 ആണ്. That is
നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ 94ഉം 16 കൂടി ഡിവൈഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 5.875 ആണ്. അതിൻ്റെ അർത്ഥം നമ്മളോട് ചോദിച്ചിരിക്കുന്ന 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 16ഉം 94ഉം ആണ് എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റെപ്സ് മനസ്സിലായിട്ടുണ്ടാവും. 2 ഡിജിറ്റ് നമ്പേഴ്സ് ആയിക്കൊണ്ട് എയും ബിയും കൺസിഡർ ചെയ്യുന്നു. A/B = 5.875 എന്ന് കൊടുക്കുന്നു. അതിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1000A = 5875B എന്നുള്ളതാണ്. ദെൻ കോമൺ ആയിട്ട് ഫാക്ടറൈസ് ചെയ്തതിന് ശേഷം കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സിനെ എല്ലാം ക്യാൻസൽ ചെയ്യുമ്പോൾ 8A = 47B എന്നാണ്. ഇവിടെ 8 എന്ന് പറയുന്നത് 1 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടേണ്ടത് 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. സോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ത്രൂ ഔട്ട്. 16A = 94B എന്നായി. ദാറ്റ് ഈസ് A = 94 ആണെന്നും B = 16 ആണെന്നും നമുക്ക് കിട്ടി. ഓക്കെ, സോ 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ 16 and 94. Okay, then our next section, new forms. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഒരു ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആ ഫ്രാക്ഷനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ വരുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്റേഴ്സിനെ ഈസി ആയിട്ട് 10 10ന്റെ പവേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് സാധിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ഫ്രാക്ഷനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിനെ 10ന്റെ പവേഴ്സോ ദാറ്റ് മീൻസ് 10ന്റെ മൾട്ടിപ്പിൾസിലോ ഒക്കെ കൺവേർട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഫ്രാക്ഷനെ ഡെസിമലിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ചില ക്വസ്റ്റ്യൻസിൽ ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ 1/3 അതിൻ്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3യെ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ഈസി ആയിട്ട് 10ലോ അല്ലെങ്കിൽ 10ന്റെ പവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ 1/2 എന്നുള്ളതാണെങ്കിൽ 2നെ 10ലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ന്യൂമറേറ്ററിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 10ന്റെ ഡിനോമിനേറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ 1/4 ആണെങ്കിലും ഡിനോമിനേറ്റർ 4 ആയതുകൊണ്ട് 10ന്റെ പവേഴ്സ് ആയിട്ടുള്ള 100ലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ 1/3 എന്ന് പറയുന്ന ഒരു നമ്പറിനെ ദാറ്റ് മീൻസ് ഫ്രാക്ഷനെ സംബന്ധിച്ചിടത്തോളം 3 ഡിനോമിനേറ്ററിനെ ഈസി ആയിട്ട് 10ലേക്കോ 10ന്റെ പവേഴ്സിലേക്കോ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പുതിയൊരു മെത്തേഡാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. 1/3 എന്ന് പറയുന്ന ഫ്രാക്ഷനെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമ്മൾ സാധാരണ ഡെസിമൽ എന്ന് പറയുന്നത് 10 10ന്റെ പവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ 10 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ 100 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അതിനുശേഷം 1000 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എക്സാക്റ്റ് ആയിട്ട് 1/3യുടെ ഒരു ഡെസിമൽ ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമുക്ക് ക്ലോസർ ആയിട്ടുള്ള ഒരു നമ്പർ ഒരു ഡെസിമൽ ഫോം നമുക്ക് ഇതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ആദ്യം 10 കൊണ്ടും പിന്നെ 100 കൊണ്ടും അതിനുശേഷം 1000 കൊണ്ടും അതായത് ഇതേ ഫോമാറ്റിൽ 10,000 കൊണ്ടൊക്കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുന്നത് 1/3യോട് ക്ലോസർ ആയിട്ടുള്ള ഒരു ഡെസിമൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഈ 1/3യുടെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്. ഓക്കെ, that is 1/3 into 10/10 ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതിനുശേഷം 1/3 is equal to ഇവിടെ നമുക്കറിയാം 1/3യുടെ ന്യൂമറേറ്റർ 1 ആണ്, 10/10ന്റെ ന്യൂമറേറ്റർ 10 ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്യാം. 10ഉം 3ഉം ആക്കി എടുക്കുക 10/3 ഇൻറ്റു ദെൻ 1ഉം 10ഉം ആക്കി എടുക്കുക 1/10. മനസ്സിലായില്ലേ? ജസ്റ്റ് ഇവിടെ വരുന്ന ന്യൂമറേറ്റർ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഇവിടെ വരുന്ന ന്യൂമറേറ്റർ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുക, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 1/3 is equal to 10/3 into 1/10 എന്ന് കിട്ടി. ഈ 10/3 എന്ന് പറയുന്നത് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക? 1/3 is equal to 3 1/3 എന്ന് പറയുന്ന മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കിട്ടും. ദാറ്റ് മീൻസ് 3 into 3 9 9 plus 1 10/3. എങ്ങനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് അറിയില്ലേ? അതായത് 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 കോഷ്യൻ്റ് ആയിട്ട് വരും, 9 1 റിമൈൻഡർ ആയിട്ട് വരും.
അപ്പോൾ ആദ്യം കോഷ്യൻ്റ് എഴുതുക 3 എന്നുള്ളത്, ദെൻ റിമൈൻഡർ 1 കൊടുത്തു, ദെൻ ഡിവൈസർ കൊടുത്തു. ഇതാണ് 3 1/3. അപ്പോൾ 10/3 എന്ന് പറയുന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷൻ 3 1/3 എന്ന് പറയുന്ന മിക്സഡ് ഫ്രാക്ഷനോട് ഈക്വൽ ആണെന്ന് കിട്ടി. ദെൻ 1/10 എന്ന് കൊടുത്തു. ഓക്കെ, ക്ലിയർ ആയില്ലേ? ദെൻ നമുക്കറിയാം 3 1/3 എന്ന് പറയുന്നത് 3 + 1/3 ഈക്വൽ ആണ് എന്നുള്ളത് അല്ലേ. 3 1/3 പകരമായിട്ട് 3 + 1/3 എഴുതാം. 1/10 അങ്ങനെ തന്നെ ഉണ്ട്, അതും കൊടുക്കാം. ദെൻ ലെഫ്റ്റ് സൈഡിൽ 1/3 ആണ്. അപ്പോൾ 1/3 = 3 1/3 × 1/10 മിക്സഡ് ഫ്രാക്ഷൻ 3 1/3 ജസ്റ്റ് ഒന്ന് ചേഞ്ച് വരുത്തി 3 + 1/3 എന്നുള്ളത്. ഓക്കെ, അതിനുശേഷം 1/3 = 3 × 1/10 ചെയ്യാം, ദാറ്റ് ഈസ് 3/10. ദെൻ 1/3 × 1/10 ചെയ്യാം, പ്ലസ് ആണ് സിമ്പിൾ, അത് കൊടുത്തു. ദെൻ 1/3 × 1/10 ദാറ്റ് ഈസ് 1/30. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഡിനോമിനേറ്റേഴ്സിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒന്നിൻ്റെ ഡിനോമിനേറ്റർ 10 ആണ്, പിന്നെ ഒന്നിൻ്റെ ഡിനോമിനേറ്റർ 30 ആണ്. നമുക്ക് ഡെസിമലിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഡെസിമൽ എല്ലായ്പ്പോഴും ഒരു ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ഫ്രാക്ഷൻ എല്ലായ്പ്പോഴും 10 10ൻ്റെ പവേഴ്സോ ആയിട്ട് വരണം എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. അതുകൊണ്ട് തന്നെ ഓർത്ത് വയ്ക്കാൻ എളുപ്പത്തിന് 10 10ൻ്റെ പവേഴ്സോ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ ആ ഫ്രാക്ഷനെ മാത്രം റൈറ്റ് സൈഡിൽ നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാ ഫ്രാക്ഷൻസിനെയും ലെഫ്റ്റ് സൈഡിലേക്ക് ചേഞ്ച് ചെയ്യുക. ദാറ്റ് ഈസ് 1/3 കൊടുത്തു. 1/30 ആണ്, അതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. പ്ലസ് 1/30 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ -1/30 ആവും. റൈറ്റ് സൈഡിൽ 3/10 നിർത്തുന്നു. എന്തുകൊണ്ടാണ് 10നെ നിർത്തിയെന്ന് നമുക്ക് മനസ്സിലായല്ലോ. 3/10 എന്ന് പറയുന്ന ഫ്രാക്ഷനിൽ ഡിനോമിനേറ്റർ 10 ആണ്, ശരിയല്ലേ. നമുക്ക് വേണ്ടത് ഡെസിമൽ ആണ്. ഡെസിമൽ എന്ന് പറയുന്നത് 10 10ൻ്റെ പവേഴ്സിലോ ആയി വരുന്ന നമ്പേഴ്സ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് 3/10നെ മാത്രം റൈറ്റ് സൈഡിൽ നിർത്തി. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 ആക്കിയിട്ട് കൺസിഡർ ചെയ്യാം. ഇതേ പ്രൊസീജിയർ, ഇപ്പോൾ ചെയ്ത അതേ പ്രൊസീജിയറിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് പകരം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1/3 = 1/3 × 100/100 എന്നുള്ളതാണ്. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ജസ്റ്റ് ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് 1/3 = 100/3 × 1/100. ജസ്റ്റ് ചേഞ്ച് ചെയ്തു. ദെൻ 100/3 എന്ന് പറയുന്ന മിക്സഡ് ഫ്രാക്ഷനിൽ 100/3 എന്ന് പറയുന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ചേഞ്ച് ചെയ്യാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ വരുന്ന റൈറ്റ് സൈഡാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്. 3/10 ആണ് നമുക്ക് ഇവിടെ കിട്ടിയ റൈറ്റ് സൈഡ്. ഓക്കെ, ഇനി എന്താണ് 100/3 ആണ് ഇംപ്രോപ്പർ ആയിട്ട് വരുന്നത്. ഇതിനെ മിക്സഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 33 1/3 എന്ന് കിട്ടും. ഇൻറ്റു 1/100 എന്ന് കൊടുക്കാം. 33 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 + 1/3 എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ 1/100 കൊണ്ട് ത്രൂ ഔട്ട് നോക്കാം. ദാറ്റ് ഈസ് 33 × 1/100 ദാറ്റ് ഈസ് 33/100 ആണ്. പ്ലസ് 1/3 × 100 ദാറ്റ് ഈസ് 1/300 ആണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ 1/3 ഉണ്ട്. നേരത്തെ പറഞ്ഞു 3/10 ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ ആയിട്ടുള്ള 10നെ മാത്രമാണ് നമ്മൾ റൈറ്റ് സൈഡിൽ നിർത്തിയതെന്ന് പറഞ്ഞു. ഇവിടെ 10ൻ്റെ പവേഴ്സ് ആയിട്ട് വരുന്ന ഫ്രാക്ഷൻ 33/100 ആണ്. അതുകൊണ്ട് ആ നമ്പറിനെ മാത്രം റൈറ്റ് സൈഡിൽ നിർത്താം. ദാറ്റ് ഈസ് 1/3 - 1/300. റൈറ്റ് സൈഡിലുള്ള പ്ലസ് 1/300നെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേഞ്ച് ചെയ്ത് ദാറ്റ് ഈസ് -1/300. That is equal to 33/100. Equation number 2. Okay, അതായത് ആദ്യം ചെയ്തു വന്ന ഇക്വേഷൻ നമ്പർ 1ൽ കിട്ടിയ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് 3/10 ആണ്. നെക്സ്റ്റ് കിട്ടിയ ഇക്വേഷനിൽ
ഇക്വേഷൻ നമ്പർ 2 കിട്ടിയ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് 33/100 ആണ്. ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി ചെയ്യാം. 1000 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കൂടി നോക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് സെയിം നമ്പേഴ്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ 3/10 വന്നു, 3/100 വന്നു. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ്. 10 ആണെങ്കിൽ 3, 100 ആണെങ്കിൽ 33. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? 1000 ആകുമ്പോൾ 333. ഇതേ ഫോമിലായിരിക്കും. പക്ഷെ എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യാം. 1000 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ചെയ്തിട്ട് ഇതേ സെയിം വേയിൽ ചെയ്ത് വന്നാൽ തേർഡ് ഇക്വേഷൻ കിട്ടും. അതുകൂടി ചെയ്യാം. പക്ഷെ ഈ ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം 333/1000 ആണ് തേർഡ് ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇതിൽ നിന്നെല്ലാം റൈറ്റ് സൈഡ് നോക്കുന്ന സമയത്ത് 3/10, 33/100, 333/1000 എന്ന് പറയുന്ന ഫ്രാക്ഷൻസ് എല്ലാം ക്ലോസർ ആൻഡ് ക്ലോസർ ടു 1/3 ആണെന്ന് കിട്ടി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്താണ്? 3/10, 33/100, 333/1000 are closer and closer to 1/3. Or we can say 3/10 means 0.3, 33/100 means 0.33, 333/1000 means 0.333. That is decimals 0.3, 0.33, 0.333 etc. are closer and closer to 1/3. Okay. Then next question. (1/7). സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ് ചെയ്തത്. ആദ്യം ചെയ്തത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക എന്നതാണ്. ദാറ്റ് ഈസ് 1/7 is equal to 1/7 into 10/10 കൊടുത്തു. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ദാറ്റ് ഈസ് 10/7 into 1/10. ഇനി ഇവിടെ വരുന്ന 10/7നെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയതുകൊണ്ട് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പ്. ദാറ്റ് ഈസ് 1/7 is equal to 1/3/7 into 1/10. ഈ ഇതിനെ മിക്സഡിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി 1/3/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + 3/7 ആണ്. സോ 1 + 3/7 into 1/10 എന്ന് എഴുതാം, നാലാമത്തെ സ്റ്റെപ്പ്. ദെൻ ഇതിനെ ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ഫിഫ്ത്ത് സ്റ്റെപ്പ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 into 1/10, that is 1/10 plus 3/7 into 1/10, that is 3/70. Okay, ലെഫ്റ്റ് സൈഡ് 1/7 ആണ്. 5 സ്റ്റെപ്പുകളായി നമ്മൾ ചെയ്യുന്നു. ദെൻ ആറാമത്തെ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10ലാണ് ഡിനോമിനേറ്റേഴ്സ് 10ഓ 10ന്റെ പവേഴ്സോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ 10ന്റെ പവേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഫ്രാക്ഷൻസിനെ മാത്രം റൈറ്റ് സൈഡിൽ നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാത്തിനെയും ലെഫ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, ലെഫ്റ്റിലോട്ട് മാറ്റി നിർത്തുന്നു. ദാറ്റ് ഈസ് 3/70 ഈക്വൽ ടു 1/10, ഇക്വേഷൻ നമ്പർ 1. ഇതാണ് സിക്സ്ത് സ്റ്റെപ്പ്. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദെൻ ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്യുന്നു, ദെൻ മിക്സറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. മിക്സറിനെ നമുക്ക് +2 കൊണ്ട് എഴുതാം. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ഫിഫ്ത്ത് സ്റ്റെപ്പ്. ദെൻ സിക്സ്ത് സ്റ്റെപ്പ് 10ഓ 10ന്റെ പവേഴ്സിലോ ആയി വരുന്ന ഡിനോമിനേറ്റേഴ്സിനെ മാത്രം റൈറ്റ് സൈഡിൽ നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാത്തിനെയും ലെഫ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്ത 6 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ദെൻ ഇതേ പ്രൊസീജിയറിൽ തന്നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് പകരം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ ഇന്റർചേഞ്ച് ചെയ്യാം, സെക്കൻഡ് സ്റ്റെപ്പ്. ദെൻ മിക്സഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 100/7 ചെയ്യാം. 100/7 എന്ന് പറയുന്നത് 14/2/7 ആണ് അല്ലേ? 14/2/7 ആണ് മിക്സറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് തേർഡ് സ്റ്റെപ്പ്. ദെൻ 14/2/7 എന്ന് പറയുന്ന മിക്സർ ഫ്രാക്ഷനെ 14 + 2/7 എന്ന് എഴുതാം.
that is 14 plus 2 by 7 എന്ന് കൊടുത്തു. Fourth step. Then bracket open ചെയ്യുന്നു. 14 into 1 by 10, that is 14 by 10. 2 by 7 into 1 by 10, that is 2 into 1, 2. 7 into 10, that is 70. Okay, 5 സ്റ്റെപ്പുകളായി. Then 6th step എന്ന് പറയുന്നത് 10ന്റെ മൾട്ടിപ്പിൾസോ ആയിട്ട് വരുന്ന നമ്പേഴ്സിനെ മാത്രം റൈറ്റ് സൈഡിൽ നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാത്തിനെയും ലെഫ്റ്റിലോട്ട് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഇവിടെ 10ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് 14/100 ആണ്. അതിനെ മാത്രം റൈറ്റ് സൈഡിൽ നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാം ലെഫ്റ്റിലോട്ട് ഞാൻ മാറ്റി നിർത്തുന്നു. ദാറ്റ് ഈസ് 1/7 plus 2/700 change to left side means 2 minus 2/700, that is equal to 14/100. Okay, ആദ്യം കിട്ടിയതിന് നമുക്ക് ആൻസർ 1/10 ആയിരുന്നു റൈറ്റ് സൈഡ്. ഇപ്പോൾ കിട്ടിയ ആൻസർ 14/100 ആണ്. ഇക്വേഷൻ നമ്പർ 2. ഇതേ പ്രോസസ്സിൽ തന്നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് പകരം 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്യുന്നു. തേർഡ് വൺ മിക്സറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. മിക്സറിനെ പെസിട്രോൾ എഴുതിയതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ദെൻ 10ന്റെ മൾട്ടിപ്പിൾസോ ആയിട്ട് വരുന്ന ഡിനോമിനേറ്റേഴ്സിനെ മാത്രം റൈറ്റ് സൈഡിൽ നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം ലെഫ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് 1/10, 14/100, then 142/1000. ഓക്കെ, അതായത് 1/10ഉം 14/100ഉം 142/1000 എന്ന് പറയുന്ന ഫ്രാക്ഷൻസ് എല്ലാം ക്ലോസർ ആൻഡ് ക്ലോസർ ടു 1/7 or 0.1, 0.14, 0.142 etc. are closer and closer to 1/7 എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ 1/7ന്റെ ഡെസിമൽ ഫോം എന്ന് പറയുന്നത് 0.142 ആണ്. ഓക്കെ, 1/3യുടെ ഡെസിമൽ ഫോം നമ്മൾ കണ്ടത് 0.333 എന്നുള്ളതായിരുന്നു. ഇവിടെ ജസ്റ്റ് ചേഞ്ചസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1000 വരെയുള്ള 3 ഇക്വേഷൻസ് വരെയുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആദ്യത്തെ 1, then 14, then 142. അപ്പോൾ നമുക്ക് 3 ഡെസിമൽ പ്ലേസ് വരെ എഴുതാൻ വേണ്ടിയിട്ട് 1/7 is equal to 0.142 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് 1000 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ വരെ നമ്മളൊന്ന് ചെയ്ത് നോക്കുന്നു, നല്ലതായിരിക്കും. Okay, so 1/7 is equal to 0.142 is our answer. Okay, then our last question. One by 9. സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. 9നെയും ഈസി ആയിട്ട് 10ഓ 10ന്റെ പവേഴ്സിലോ ആയിട്ട് ഡിനോമിനേറ്ററിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. 10/9 into 1/10. ദെൻ തേർഡ് സ്റ്റെപ്പ് 10/9നെ മിക്സർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് 1/9 is equal to 1/9. 1 into 9, 9 plus 1, 10/9. ഓക്കെ, മിക്സറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇൻറ്റു 1/10 എന്ന് എഴുതാം. ഇനി 1/9 എന്നുള്ളതിനെ 1 plus 1/9 എന്നുള്ളത് എഴുതാം. 1 plus 1/9 എന്ന് എഴുതി. Then bracket open ചെയ്യുന്നു എന്നുള്ളതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ്. ദാറ്റ് ഈസ് 1/10 എന്നും 1 plus 1/9 into 1/10, that is 1/90 എന്ന് കൊടുക്കാനായിട്ട് സാധിക്കും. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 1/9 ആണ്. ദെൻ അവർ ലാസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 10ന്റെ മൾട്ടിപ്പിൾസോ ആയിട്ടുള്ള ഡിനോമിനേറ്റേഴ്സ് വേണം റൈറ്റ് സൈഡിൽ നിർത്താൻ. ഇവിടെ 1/10 ആണ് 10ന്റെ പവേഴ്സ് ആയിട്ട് വരുന്നത്. ദാറ്റ് മീൻസ് 1/10നെ മാത്രം റൈറ്റ് സൈഡിൽ നിർത്തുന്നു. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 1/9ഉം പ്ലസ് 1/90 ലെഫ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മൈനസ് 1/90 ആണ്. ദാറ്റ് ഈസ് 1 minus 1/90 is equal to 1/10 is our first equation. ഓക്കെ, സെയിം പ്രൊസീജിയർ തന്നെ 10ന് പകരം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് സെക്കൻഡ് ഇക്വേഷൻ കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത്. ദെൻ ന്യൂമറേറ്റേഴ്സിനും ഡിനോമിനേറ്റേഴ്സിനും ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പ്
ഓക്കെ. ദെൻ 100/9 എന്ന് പറയുന്ന നമ്പറിനെ മിക്സഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 100/9 എന്ന് പറയുന്നത് 99 1/9 ആണ് അല്ലേ. 99 into 11 into 1/9. 11 into 9 99. 99 plus 1 100. 100/9. അപ്പോൾ 100/9 എന്ന് പറയുന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷൻ്റെ മിക്സർ എന്ന് പറയുന്നത് 11/1/9 ആണ്. ദെൻ 11 1/9നെ 11 plus 1/9 എന്ന് എഴുതാം. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ദാറ്റ് ഇസ് 11 into 1/10. ദാറ്റ് ഇസ് 11/10. 1/9 into 1/10. That is 1/900. So ഇവിടെ 100 ഉണ്ടല്ലോ. So 100 കൂടി വരും. That is 11 into 1/100. That is 11/100. 1/9 into 1/100. That is 1/900 എന്ന് കിട്ടും. ഫിഫ്ത്ത് സ്റ്റെപ്സ് ആയി. ദെൻ സിക്സ്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 10ന്റെ മൾട്ടിപ്പിൾസോ ആയിട്ടുള്ള ഡിനോമിനേറ്റേഴ്സിനെ മാത്രം റൈറ്റ് സൈഡിൽ നിർത്തുന്നു. ദാറ്റ് ഈസ് 1/9 minus 1/900 is equal to 11/100. ഓക്കെ. അപ്പോൾ നേരത്തെ ഫസ്റ്റ് ഇക്വേഷനിൽ കിട്ടിയ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് 1/10 ഇപ്പോൾ സെക്കൻഡ് ഇക്വേഷനിൽ കിട്ടിയ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് 11/100 ആണ് അല്ലേ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റൈറ്റ് സൈഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് 111/1000 എന്നായിരിക്കും. അതായത് സെയിം നമ്പേഴ്സ് തന്നെയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് 1/10 വന്നു, 11/100 വന്നു, 111/1000 വന്നു. അടുത്തത് ചെയ്യണമെങ്കിൽ 1111/10,000 വരും. അപ്പോൾ അത് സെയിം സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്ന സമയത്ത് സെയിം നമ്പേഴ്സ് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് നമുക്ക് മനസ്സിലാവും. സോ 1/10, 11/100, 111/1000 ആർ ക്ലോസർ ആൻഡ് ക്ലോസർ ടു 1/9. or decimals 0.1, 0.11, 0.111 etc. are closer and closer to 1/9. ഓക്കെ. സെയിം പ്രൊസീജിയർ തന്നെയാണ് എല്ലാവരെയും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്രാക്ഷൻസിനെ എല്ലാം 5ഓ ഏതെങ്കിലുമൊക്കെ നമ്പേഴ്സ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അല്ലാത്തതിന് ഇതേപോലുള്ള 3 ഇക്വേഷൻസ് ആദ്യം 10ഓ 100ഓ 1000ഓ വെച്ച് 3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3 ഇക്വേഷൻസിലൂടെ നമുക്ക് റൈറ്റ് സൈഡ് വെച്ചുകൊണ്ട് ക്ലോസർ ആയിട്ടുള്ള ഫ്രാക്ഷൻസും ഡെസിമൽസും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ഇതിൽ വരുന്ന ഒരു പോയിന്റ് കൂടി ഞാൻ പറയട്ടെ. 1/9 എന്ന് ചെയ്യുന്ന സമയത്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എല്ലാം സെയിം ആയിട്ടാണ് റൈറ്റ് സൈഡ് നമുക്ക് വരുന്നത്. ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ അത് സെയിം ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. 1 വന്നു, 11 വന്നു, 111 വന്നു. അടുത്തത് ചെയ്യുകയാണെങ്കിൽ 1111/10,000 എന്നാണ് വരും. അതായത് ന്യൂമറേറ്റേഴ്സ് എല്ലാം സെയിം നമ്പേഴ്സ് റിപ്പീറ്റ് ആയിട്ട് വരണം. 111, 111, 1111 എന്ന് പറയുന്നത് സെയിം നമ്പേഴ്സ് റിപ്പീറ്റ് ആയിട്ട് വരണം. അത് ഈ 9ഓ 9ന്റെ മൾട്ടിപ്പിൾസോ ആയിട്ടുള്ള ഡിനോമിനേറ്റേഴ്സിന് മാത്രമേ ഈ പ്രത്യേകത ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ വരുന്ന ഈ എക്സസൈസ് ക്വസ്റ്റ്യനിൽ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 9ന്റെ ഡിനോമിനേറ്റേഴ്സ് ആയിട്ട് വരുന്ന ഫ്രാക്ഷനിൽ വരുന്ന സ്പെഷ്യാലിറ്റി എന്താണ് എന്നുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും 9ഓ 9ന്റെ മൾട്ടിപ്പിൾസോ വരുന്ന ഫ്രാക്ഷൻസിനെല്ലാം ന്യൂമറേറ്റേഴ്സ്, ദാറ്റ് മീൻസ് ഫ്രാക്ഷൻസിൻ്റെ ന്യൂമറേറ്റേഴ്സ് എല്ലാം സെയിം നമ്പർ തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ 1/9 ആയതുകൊണ്ട് നമുക്ക് 0.111 എന്നുള്ള സ്റ്റെപ്സ് വന്നു. ഇനി 2/9 ആണെങ്കിൽ എന്തായിരിക്കും വരിക? 9 ആണ്, 9ന്റെ മൾട്ടിപ്പിൾസ് ആണ്, സെയിം നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരണം. അപ്പോൾ ഇവിടെ വരുന്ന ന്യൂമറേറ്റർ നോക്കുന്നത് 2 ആണ്. സോ 0.222 ആയിരിക്കും വരിക. ഇനി 3/9 എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് 9 ആണ്, ഡിനോമിനേറ്റർ 9 ആയതുകൊണ്ട് 9ന്റെ മൾട്ടിപ്പിൾസ് ആകുകയാണെങ്കിൽ സെയിം നമ്പേഴ്സ് റിപ്പീറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ വരുന്ന ന്യൂമറേറ്റർ 3 അല്ലേ. അപ്പോൾ 0.333 ആയിരിക്കും റിപ്പീറ്റ് ആയിട്ട് വരും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.